മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ സുനിത ദേവദാസിന് ശേഷം മറ്റൊരു ചാനൽ കൂടി സായി കൃഷ്ണയെ വലിച്ചു കീറിയിട്ടുണ്ട്. സുനിത ദേവദാസ് സീക്രട്ട് ഏജന്റിനെ കടുത്ത രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത്. സുനിത ദേവദാസ് സായി കൃഷ്ണയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. സീക്രട്ട് ഏജന്റ് മനുഷ്യമൃഗമാണ്. സുനിത ദേവദാസ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിനെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുഹൃത്ത് അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോട്ടത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിനി ഇതിനെ തുടർന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ടി വരുമെന്നൊക്കെ സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സുനിത ദേവദാസ് കാണുകയും പിന്നീട് സുനിതയ്ക്ക് അത് കണ്ട് സഹിക്ക വയ്യാതെയാണ് സുനിത ഇപ്പോൾ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നേക്കുന്നത്. സുനിത ദേവദാസ് ആ വീഡിയോയിൽ സീക്രട്ട് ഏജന്റിനെ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യമൃഗം, രക്തരക്ഷസ്, പിശാച്, നാരി എന്നിങ്ങനെ. മാത്രമല്ല സുനിത ദേവദാസ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവയാണ്: മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഒളിച്ചോട്ടം. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിയതിൽ അഖിൽ NRD വിഷയത്തിൽ വീഡിയോ ചെയ്തതിനെ കുറിച്ച് സുനിത പറഞ്ഞത് ഹൃദയമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്നാണ് സുനിത ദേവദാസ് വിശേഷിപ്പിച്ചത്. ഒളിച്ചോട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഖിൽ NRD എന്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് അവനെ അടുത്തറിയാം. അവൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവന്റെ എല്ലാ കഥകളും എനിക്കറിയാം. അങ്ങനെ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. നിങ്ങൾ കേട്ടത് സത്യമാണ്. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണ്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ വീഡിയോയിൽ വന്ന് നിങ്ങളോട് ഞാൻ പറയൂ. ഇതിനെ സുനിത ദേവദാസ് വിശേഷിപ്പിച്ചത് വൃത്തികെട്ട വീഡിയോ എന്നാണ്. പിന്നെ സുനിത ദേവദാസ് പറയുന്നുണ്ട്, സജിന പൂക്കുട്ടി വിഷയത്തിൽ, സജിന റസൂൽ പൂക്കുട്ടി വിഷയത്തിൽ സജിനയുടെ ഗർഭം ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരൻ എന്നാണ് വിശേഷിപ്പിച്ചത് സുനിത ദേവദാസ്. ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറിനെ മാനസികമായി തളർത്തി എന്നും സുനിത പറയുന്നു. പിന്നെ സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ കുളിമുറിയിൽ വരെ ക്യാമറ വെച്ചിട്ടുണ്ടാവും. കുളിക്കാൻ വേണ്ടി അധികം ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുമെന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഇവന്റെ വീഡിയോ പോയി നോക്കുക എന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. എന്നിങ്ങനെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സുനിത ദേവദാസ് ഉന്നയിക്കുന്നത്. പിന്നെ സുനിത ദേവദാസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്: സീക്രട്ട് ഏജന്റിനെ പോലെയുള്ളവരെ ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കാൻ പാടില്ല. സുഹൃത്തുക്കളുടെ രക്തമൂറ്റുന്ന രക്തരക്ഷസ് എന്ന് വിളിയിടന്നാറി എന്നാണ് സുനിത ദേവദാസ് ആ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ എന്റെ പൊന്നു കൂട്ടുകാരെ, സുനിത ദേവദാസിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ
അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിലൻ ആർഡിയായിട്ട് കീപ്പ് ചെയ്യുന്നു. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പറൊക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ ഇൻഫ്ലുവൻസർമാരുമായിട്ട്. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത്. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. ഈ മനുഷ്യമൃഗത്തിന്റെ സംഘടനയിൽ മല്ലു ട്രാവലർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. മല്ലു ട്രാവലർ ശരിയാണോ തെറ്റാണോ ഈ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, ഈ മനുഷ്യമൃഗം ചെയ്തതാണ്. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല, ആ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളിപ്പറഞ്ഞു. അതുപോരാ, ഞാൻ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കിയെന്ന് നോട്ടീസ് ഇറക്കി. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്താ എന്നല്ല, ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളിപ്പറയും. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയെന്നോ? മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമെന്ന്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാനൊരു ഭീകര സംഭവം ഓർക്കുകയാണ്. ബിഗ് ബോസ് നടക്കുന്ന കാലം ഇവൻ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത് അതുവരെ ജാസ്മിൻ ജാഫറുടെ രക്ഷിതാവെന്നാണ്. ജാസ്മിൻ ജാഫറും അസ്ലാം ആർലിയും ഒക്കെ ഉൾപ്പെട്ട പിണക്കം, അവർ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്ക കേസിൽ ഇവൻ അവരെ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന മട്ടിൽ ഇടപെടുന്നു. എന്നിട്ട് ആ കുഞ്ഞു പെൺകുട്ടികൾ, ജാസ്മിനെ ഞാൻ കുഞ്ഞു പെൺകുട്ടി എന്നാ ഇപ്പോഴും പറയാ, ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ കയറിയ അന്ന് മുതൽ ഇവൻ ജാസ്മിനെതിരെ ഏറ്റവും നീചമായ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ ആരും ആ കുട്ടിയെ കുറിച്ച് ഈ പിശാച് ചെയ്തത്ര വൃത്തികെട്ട വീഡിയോകൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവൻ വൈൽഡ് കാർഡായി അതേ ബിഗ് ബോസിൽ ജാസ്മിന്റെ സീസണിൽ ബിഗ് ബോസിനകത്ത് പോയി. അവിടെ ചെന്ന ഉടൻ ഇവൻ കാല് മാറി ജാസ്മിൻ ജാഫറിന് ഏഷണയും നുണയും പറഞ്ഞു കൊടുത്ത് ഷോ തന്നെ അട്ടിമറിച്ചു. ജാസ്മിന്റെ മാനസിക നില തകരാറിലാക്കി. അർദ്ധസത്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ മാനസികമായി തകർത്തു. എന്തെല്ലാമാണ് ഈ നാറി എന്ന് ചെയ്തുകൂട്ടെ. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇവൻ ജാസ്മിനോട് ചെയ്ത ക്രൂരതകളൊക്കെ. ആ സീസണിലെ പലരുടെയും സ്വകാര്യ ജീവിതം ഇവൻ കണ്ടന്റ് ആക്കി അതിനുശേഷം വീഡിയോ ചെയ്തു. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അധികമായിട്ട് എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ പോയിട്ടൊന്ന് നോക്കുക. ഞാൻ റാൻഡം ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കണ്ടന്റുകൾ പറയാം. 1, എന്റെ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടി. 2, ദിയ കൃഷ്ണ ഭർത്താവിന് ചിക്കൻ കൊടുത്തില്ല. 3, പ്രവീണും അനിയൻ പ്രണവും തല്ലുകൂടി. 4, തൊപ്പിയും ഷമീറും പിണങ്ങുമ്പോൾ തൊപ്പിയെ വിളിക്കും, ഷമീറിനെ വിളിക്കും. 2 കണ്ടന്റ് ആക്കിയിടുക. 5, ലോറി ഉടമ മനാഫിന്റെ വിഷയത്തിൽ, അർജുൻ വിഷയത്തിൽ ഇവൻ ചെയ്ത നാറിത്തരങ്ങൾ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. 6ാമത്തെ കണ്ടന്റ് അഹാന കൃഷ്ണയും അമ്മൂമ്മയും തല്ലുകൂടി. സത്യമായിട്ട് ഇതൊക്കെ ഇവന്റെ കണ്ടന്റാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. 7, രേണു സുധിയെ വിറ്റിവൻ തിന്നതിന് കയ്യും കണക്കില്ല എന്നും ആ സ്ത്രീയെ കണ്ടന്റ് ആക്കും. എന്നിട്ട് അവർക്ക് ക്യാൻസർ വന്നപ്പോൾ വീണ്ടും ഇതേ തെണ്ടിത്തരം ചെയ്തു. ബന്ധം പറഞ്ഞു, വീട്ടിൽ പോയി വിവരം ചോദിച്ചു, ക്യാൻസർ സ്ഥിരീകരണ വീഡിയോ ചെയ്തു. എന്നിട്ടൊരു നാടകം AC വാങ്ങിക്കൊടുക്കൽ, അതും കണ്ടന്റ്. ആ പാവൻ രേണു സുധി ഇതൊക്കെ കണ്ട് കരഞ്ഞു. അവന് അറിയില്ല ഇതൊന്നും തോന്നുന്നത്. ഇവനെ സുഹൃത്താക്കി വെക്കുന്നവർ സൂക്ഷിക്കുക. ഇവൻ ആരുടെയും സുഹൃത്തല്ല, വെറും ഒളിച്ചു നോട്ടക്കാരൻ മാത്രം. പിന്നെ കുറേ കാലം ഹനാൻ ഷായുടെ പുറകെ നടന്നു, വിക്കി തഗിന്റെ പുറകെ നടന്നു, സഞ്ജു ടെക്കിയുടെ പുറകെ ഒന്നും വണ്ടി കേസൊന്നും അല്ല. അവന്റെ ബ്രേക്കപ്പ്, പഴയ കാമുകി, ഫസ്മിനയുടെയും തൊപ്പിയുടെയും മറ്റു കാമുകന്മാരുടെയും പുറകെ നടക്കുക. സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹെൽനോസ് പാർട്ടിയെ കുറിച്ച് വരെ വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്ക് പറഞ്ഞു മടുത്തുകൊണ്ട് ഞാൻ ലിസ്റ്റ് നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ പോയി റാൻഡം യൂട്യൂബിൽ ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായ ഏറ്റവും വലിയ ചതിയായിട്ട് തോന്നിയത് ഇവൻ ജാസ്മിൻ ജാഫറോട് ചെയ്തും ഇപ്പോൾ ഈ പുതിയ വീഡിയോയുമാണ്. ജാസ്മിൻ ബിഗ് ബോസിനകത്ത് ആയതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവൻ അവളോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണ്. പല വീഡിയോയും ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ എന്ന പേരിൽ, കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിൽ കുട്ടിയുടെ ജീവിതം തകർത്തവരിൽ മുൻപന്തിയിൽ നിന്നവനാണ് സീക്രട്ട് ഏജന്റ്. കൃഷ്ണ ഫാമിലിയിലെ ആ 4 പെൺകുട്ടികളെ കുറിച്ച് ഇവൻ എന്തെല്ലാം വീഡിയോ ആണ് ചെയ്യുന്നത്. രേണുസുതിയെയും മകനെയും ഒക്കെ ഇങ്ങനെ വിറ്റതിന് ഒരു ഉളുപ്പുണ്ടാവില്ല. സ്ഥിരം ഒറ്റുകേന്ദ്രങ്ങളുണ്ട് ഇവന്. ഇതുപോലെ ഈ മനുഷ്യമുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല. പക്ഷെ ഇവന്റെ പുതിയ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. ഇവനെയൊക്കെ സുഹൃത്താക്കുന്നവർ സൂക്ഷിക്കുക. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. നാളെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ഇവൻ തെരുവിൽ വിൽക്കും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ ഫോൺ കോൾ വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ഇവൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, വിവരം ചോർത്താൻ വേണ്ടിയാണ്. മാക്സിമം എരിവും പുളിയുമുള്ള കഥ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിളിയാണത്. അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തറിയോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. അത് നിന്റെ ഇഷ്ടം, നീ ചെയ്യാതിരിക്കുക ചെയ്യേ. പക്ഷെ അതിന് റിയാക്ഷൻ വീഡിയോ, കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നും ഇട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കരുത്. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. നാറി. മാത്രമല്ല മറ്റൊരു യൂട്യൂബർ കൂടി സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ തൂക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, കഴിഞ്ഞില്ല, ഒരു വീഡിയോസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം 24-ൽ തമിഴ് ഷോയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന വിഷയത്തെ ചൊല്ലി ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് മറ്റൊരു യൂട്യൂബർ സീക്രട്ട് ഏജന്റിനെ തൂക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഏജന്റ് പേരിലുള്ള യൂട്യൂബർ അദ്ദേഹം പല വിഷയങ്ങളിലും അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നമുക്ക് യോജിപ്പ്. നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന പേരിലുള്ള യൂട്യൂബർ അദ്ദേഹം പല വിഷയങ്ങളിലും അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നമുക്ക് വിയോജിപ്പൊക്കെ തോന്നാറുണ്ടെങ്കിൽ അദ്ദേഹം പൊതുവെ ഒരു റാഷണൽ. നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന പേരിലുള്ള യൂട്യൂബർ അദ്ദേഹം പല വിഷയങ്ങളിലും അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന പേരിലുള്ള യൂട്യൂബർ അദ്ദേഹം പല വിഷയങ്ങളിലും അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നമുക്ക് വിയോജിപ്പൊക്കെ തോന്നാറുണ്ടെങ്കിലും അദ്ദേഹം പൊതുവെ ഒരു റാഷണലി അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ എല്ലാവർക്കും വളരെ ഡീപ്പായിട്ട് വിശ്വസിച്ചിരിക്കുന്ന, ഒരു നിലക്കും അത് തെറ്റില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിൽ അവർ അത്തരം ചർച്ചകളിലേക്ക് എത്തുമ്പോൾ ചില ആളുകളെങ്കിലും എങ്ങനെയാണ് ആകെ അവർ പൊതുവേ സ്വീകരിക്കുന്ന യുക്തി പോലും അതിൻ്റെ 7 അയലത്തിലേക്ക് എത്താത്ത രൂപത്തിൽ സംസാരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന 24 ന്യൂസിലെ ഒരു തമിഴ് പ്രോഗ്രാം. അതിൽ നടന്ന ഡിസ്കഷനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ നമ്മൾ പരിശോധിച്ചൊക്കെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. നമുക്കത് പരിശോധിക്കാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നൊരു കാര്യം അതിൽ അങ്ങനെ ആവാമെന്നും അങ്ങനെ വേണ്ട കുറച്ചുകൂടിയൊക്കെ ഒരു നിയന്ത്രണമാവാം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിയന്ത്രണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പാടില്ല, അല്ലെങ്കിൽ വസ്ത്രധാരണം, ശരീരം പ്രദർശനം എന്ന് പറയുന്ന ഒരു കാര്യം ചർച്ച ചെയ്യാൻ തന്നെ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ 2026 ജീവിക്കുന്നത്, അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും തിയറി ഉദ്ധരിക്കുകയാണെങ്കിൽ, ശാസ്ത്രം ഉദ്ധരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും യുക്തി പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ പരിശോധിക്കാനോ പോലും തയ്യാറാവാതെ സാധാരണ വിഷയങ്ങളിൽ ഇദ്ദേഹം കാണിക്കുന്ന ഒരു യുക്തിപരമായ സമീപനം പോലും ഇല്ലാതെ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക, ഇപ്പോൾ വസ്ത്രധാരണം ഇന്ത്യയിൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ സംസാരിച്ചത്, ഇന്ത്യയിൽ ന്യൂഡായിട്ട് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. പക്ഷേ പൊതുവെ ബാക്കിയുള്ള വസ്ത്രധാരണത്തിൽ എന്ത് ചെയ്യുന്നില്ല, നിയമപരമായ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരാൾ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നു, അതിൽ നിയമപരമായി പ്രശ്നമൊന്നുമില്ല. അപ്പം നിയമപരമായി പ്രശ്നമില്ലാത്തൊരു കാര്യം പിന്നെ എങ്ങനെ നമ്മളത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ മൊറാലിറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഇദ്ദേഹം അടക്കം ഈ വിഷയങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവരെ ജയിലിൽ അടക്കണോ എന്നുള്ള നല്ല ഡിസ്കഷൻ, മറിച്ച് സാമൂഹികമായി അത് ഗുണകരമാണോ ദോഷമാണോ എന്നുള്ള ഡിസ്കഷനാണ്. ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഇന്ത്യയിൽ കള്ളു കുടിക്കുന്നത് അനുവദനീയമാണ് അല്ലേ, നിയമപരമായി കള്ളു കുടിക്കുന്നത് അനുവദനീയമാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും പാടില്ല എന്ന് മാത്രം. അപ്പം നിയമപരമായി അനുവദനീയമായ കള്ളുകുടി അത് പാടുണ്ടോ പാടില്ല എന്നുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുന്നില്ലേ?
ചില ആൾക്കാർ പറയും മദ്യനിരോധനം വേണം, മദ്യം പാടില്ല, അല്ലെങ്കിൽ നിരോധനമില്ലെങ്കിലും അത് കുടിക്കുന്നത് സാമൂഹികമായി ദോഷകരമാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, കുറച്ചൊക്കെ കുടിക്കാമെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്, നന്നായി കുടിക്കാമെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മൊറാലിറ്റിയും ലീഗാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഒരു നിയമപരമായി അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും അത് നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ച വളരെ സ്വാഭാവികമായി. ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയിൽ മതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ, മത സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷെ മതം വേണ്ടെന്ന് പറയുന്ന ആൾക്കാരില്ലേ, അല്ലെങ്കിൽ മതം നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? ആ വിഷയത്തിൽ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇദ്ദേഹം ഒരു എത്തീസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് മതം നല്ലതല്ല എന്നുള്ള വാദമല്ലേ ശരിക്കും ഉള്ളത്? അപ്പോൾ അതിനർത്ഥം ഇയാൾ ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്നാണോ? അല്ല, ഇദ്ദേഹത്തിന് നിയമപരമായി മതം അനുവദനീയമാണെങ്കിലും ഇദ്ദേഹത്തിന് അത് നല്ലതായിട്ട് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ സംഭവം അല്ലേ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാതെ. അതേപോലെ തന്നെ ചോയ്സ്, ഒരാൾക്ക് തീർച്ചയായും ഒരു സ്ത്രീക്ക് ശരീരം പ്രദർശിപ്പിച്ച രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, ചോയ്സ് ഉണ്ട്. പക്ഷെ ആ ചോയ്സ് നല്ലതാണോ മോശമാണോ? ഇതുപോലെ കള്ളു കുടിക്കാൻ ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നല്ലതാണോ മോശമാണോ? സമൂഹത്തിന് ഗുണകരമാണോ ദോഷകരമാണോ? മതം ചോയ്സാണ് അല്ലെ, ഒരാളുടെ ചോയ്സാണ്. പക്ഷെ അത് നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ചകൾ സ്വാഭാവികമാണ്. ആ ചർച്ചകളോട് ഭയങ്കര അസഹിഷ്ണുത ഉണ്ടായാൽ പ്രശ്നം സംഭവിക്കാന്ന് വെച്ചാൽ അയുക്തികരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. അതാണ് ഇദ്ദേഹം ഈ സംസാരത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകം പറയുകയാണ്, ഈ മതവും അതേപോലെ തന്നെ കള്ളുകുടിയും അതേപോലെ തന്നെ വസ്ത്രധാരണമൊക്കെ ഒരേപോലെ ആക്കി എന്ന് പറയരുത്. അനാലജി തമ്മിലുള്ള വ്യത്യാസമൊക്കെ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തോടല്ല പറയുന്നത്, കമന്റ് അടിക്കുന്ന ആൾക്കാരോടാണ്. അപ്പോൾ എനിവേ നമുക്ക് ഇദ്ദേഹത്തിന്റെ വാദം എത്രത്തോളം കോൺട്രഡിക്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട്, എന്താണ് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അങ്ങനെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചയെ വേണ്ട എന്നുള്ളതാണ് പൊസിഷൻ. അപ്പോൾ ആ പൊസിഷന് വേണ്ടി ഇയാൾ എത്രത്തോളം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു സ്ത്രീ, ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു സ്ത്രീ ഈ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ളൊരു പ്രതികരണം നിങ്ങൾ കേട്ടോ. സംസ്കാരം നല്ല മാനദണ്ഡത്തിനെ കുറിച്ചാണ് പറയുന്നത്. പഴയ സംസ്കാരം പഴയ മാനദണ്ഡമാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ദേവദാസി കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ സംസ്കാരം. പിന്നെ ദൈവങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയം. പിന്നെ അമ്പലങ്ങളിലുള്ള ഈ പറഞ്ഞ കൊത്തുപണികളുടെ സംസ്കാരമാണ്. പല സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അതൊക്കെ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ നല്ലോണം കിട്ടുന്നുണ്ടോ ഈ സംസ്കാരം പറയുന്ന ടീമുകൾ? ഈ പറയുന്ന പോലെ ഇവിടെ ഏറ്റവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പിന്നെ നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ ശരിയാണ്, ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ പരിശുദ്ധമൊന്നും ആയിരിക്കില്ല. ഒരുപാട് യോജിപ്പുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ സ്വാഭാവികമാണ്. ഇദ്ദേഹം ഈ പൊസിഷൻ എടുത്തു. അപ്പോൾ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അതായത് നമ്മുടെ പണ്ടത്തെ സംസ്കാരം എന്നൊന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ വരണ്ട. നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിൽ എന്തുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ പൊസിഷൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ പൊസിഷൻ അങ്ങനെ ആയിക്കോട്ടെ. ഇനി ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഈ പ്രോഗ്രാമിൽ തന്നെ മറ്റൊരു സംസാരം ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിൽ എന്താണ്, ഇദ്ദേഹത്തിന്റെ പൊസിഷനോട് യോജിച്ച രൂപത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. പക്ഷേ ആ സ്ത്രീ പറയുന്ന പോയിന്റ് നേരെ വിപരീതമാണ്. കാരണം ആ സ്ത്രീ പറയുന്നത് വെച്ചാൽ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസ്കാരമാണ്, പിന്നെ ഫിലോസഫിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രൂപത്തിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കൊത്തുപണികളിലും അതേപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിലൊക്കെ പറ്റുമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് വിക്ടോറിയൻ മൊറാലിറ്റി നടപ്പിലാക്കിയപ്പോഴാണ് മൊത്തം പാളിയത് എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്ന ആർഗ്യുമെന്റ്. ഓക്കെ, ഇദ്ദേഹം മുമ്പ് പറഞ്ഞ എന്താണ്, നമ്മളെ പണ്ടത്തെ സംസ്കാരം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് ഈ പറഞ്ഞ ദേവദാസിയും അതേപോലെ തന്നെ ദൈവങ്ങളുടെ കൊത്തുപണിയൊക്കെ നോക്കിയാൽ അറിയില്ലേ, മൊത്തം ശരീരമൊക്കെ പ്രദർശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരം അത്ര അടിപൊളി അല്ല എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ആ സ്ത്രീയുടെ അഭിപ്രായം കേൾപ്പിച്ചിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത ആ സ്ത്രീയുടെ അഭിപ്രായം കേൾപ്പിച്ചിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഈ എൻറ്റയർ ഷോയില് ഇവരാണ് സെൻസിബിളി സംസാരിച്ച ഒരു ആളുണ്ടായിരുന്നത്. ഇവർ കൃത്യമാണ്, പക്ഷെ ഇവർക്ക് അധികം സമയം കിട്ടിയില്ല. ഇവരെ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്,
ഈ അവിടെ ഈ സംസാരിച്ച സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെയുള്ള ന്യൂഡിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഫിലോസഫി ഉണ്ട്, നമുക്ക് വലിയ സംസ്കാരമുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് വിക്ടോറിയൻ മൊറാലിറ്റിയിലാണ് ഈ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ കൺസെപ്റ്റുകൾ, ഇന്ന് നമ്മൾ നഗ്നത, വൾഗാരിറ്റി എന്നൊക്കെ പറയുന്ന പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഈ പുതിയ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്ന ആർഗ്യുമെന്റ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് നേർ വിപരീത ആർഗ്യുമെന്റാണ്. നേരത്തെ പറഞ്ഞ എന്താ, പണ്ടത്തെ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ്. ഈ സ്ത്രീ പറഞ്ഞത് നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിൽ എന്തുണ്ട്, ന്യൂഡിറ്റി ഒക്കെ വളരെ ഓക്കെ ആയിരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് പ്രശ്നമായത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട്, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അത് പിന്നെ സ്ത്രീ ശരീരം പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ഓക്കെ ആണെന്നുള്ള പൊസിഷന് വേണ്ടിയിട്ട് എൻറ്റയർലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പോലും എന്ത് ചെയ്യാണ്. എന്നിട്ട് ഇയാൾ ഈ സീക്രട്ട് ഏജന്റ് പറയാണ്, സായി പറയാണ്, ഈ സ്ത്രീയാണ് സെൻസിബിളായി സംസാരിച്ചത്. താങ്കൾ പറഞ്ഞത് നേർ വിപരീതമാണ് അവർ സംസാരിച്ചത്, പക്ഷെ എൻ്റെ പൊസിഷന് അനുകൂലമാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതിന് നേർ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് സെൻസിബിൾ ആണ്, അല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പൊസിഷൻ എടുക്കുന്നൊക്കെ ഓക്കെ, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ അതിൻ്റെ പേരിൽ നേരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയൊക്കെ എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ ഒന്ന് എൻ്റെ പൊസിഷൻ എന്താണ്, അത് റാഷണലി എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു സജഷൻ വെച്ചെന്ന് മാത്രം. ഇനി പിന്നെ നമ്മുടെ അൺമാസ്കിങ് അനേവരിസിലുള്ള പിന്നെ അമീർ സാഹിബും അതേപോലെ തന്നെ സമദൊക്കെ സംസാരിച്ച കാര്യങ്ങളോട് അദ്ദേഹം റിയാക്ട് ചെയ്യാണ്. നമുക്കറിയാം, ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇനി അമീർ സാഹിബ് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റുകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു, പ്രത്യേകിച്ച് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. ഇപ്പം ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ ഷെയ്ല ജഫ്രീസിൻ്റെ പിന്നെ പുസ്തകം കോട്ട് ചെയ്തിരുന്നു, ഇൻഡസ്ട്രിയൽ വജൈന കോട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ അമീർ സാഹിബും ഇപ്രാവശ്യം പല ഫെമിനിസ്റ്റുകളെയും കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഫെമിനിസ്റ്റുകൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? അത് ഈ പുരുഷാധിപത്യം അവരുടെ താല്പര്യങ്ങൾ സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, ഇതിനു വേണ്ടിയുള്ള മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യാപകമായി ഫെമിനിസ്റ്റ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പുരുഷന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് നറേറ്റീവിൽ അത് ഒരു പാട്രിയാർക്കി ആയി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അത് വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ തന്നെയുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ആ വിഷയത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആ വിഷയത്തിൽ വളരെ വിശദമായി ഡ്രസ്സിങ്ങിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇദ്ദേഹം എടുക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പിന്നെ മിണ്ടാൻ പാടില്ല. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ദേശീയ ഗാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അങ്ങനെയൊക്കെ പറയുമല്ലോ, ദേശീയ ഗാനത്തെ പിന്നെ അപമാനിക്കരുതെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഏത് വിഷയത്തിലും ആകാശത്തിന് കീഴിലുള്ള വേറെ ഏത് വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം മിണ്ടിപ്പോരുത്. ആ വിഷയത്തിൽ ഒരേ അഭിപ്രായം പാടില്ല. അത് പിന്നെ ചോയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു അഭിപ്രായമില്ല. ആ ചോയ്സിൽ നല്ലതും മോശമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ചർച്ചയും പാടില്ല. അത് കേരളത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത്. ഇവിടെ ഈ ഫെമിനിസ്റ്റുകളും ഇതുപോലെയുള്ള ചർച്ചകളും ഈ തിയറികളും ഇതൊക്കെ വെസ്റ്റേൺ ലോകത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ ഇവർ ഈ പറയുന്നത് വെച്ചാൽ വെസ്റ്റേൺ ലോകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ന്യൂഡിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ഈ വിഷയത്തിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ചർച്ച ഒന്നല്ല. അപ്പം ഇദ്ദേഹം ആ വിഷയത്തിൽ നമ്മൾ പഠനങ്ങൾ ഉദ്ധരിച്ച് അല്ലെങ്കിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇത് തിയറി അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ കൊണ്ടുവന്ന് സംസാരിക്കുന്ന അപ്പോൾ തിയറി അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു വസന്തം എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അഡ്ഹോമിനം നടത്തിയത് കൊണ്ട്, ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തിയത് കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഒരു ചർച്ച നടത്തുമ്പോൾ ഓക്കെ, അദ്ദേഹം ഉദ്ധരിച്ച തിയറി അത് ഇന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ആ തിയറി ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല ഈ വിഷയത്തെ നോക്കി കാണുന്നത്, അങ്ങനെയും പൊസിഷൻ എടുക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല പൊതുവായിട്ടുള്ള വേറെ ചില മാനദണ്ഡങ്ങളാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരാളെ വസന്തം വിളിച്ചത് കൊണ്ട് ആ പറഞ്ഞ കാര്യത്തിന് മറുപടി ആയില്ലല്ലോ, അല്ലേ? സെക്ഷലി പ്രൊവോക്കേറ്റിംഗ് ആണ് ഇത്. സ്ത്രീകളെ ഒരു ഇല്യൂഷനിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇവർ. ഇപ്പൊ ഈ പറയുന്ന സ്വാതന്ത്ര്യം കുറെ ടെക്നിക്കലി പറഞ്ഞു, ഞാൻ നോർമലായിട്ട് പറഞ്ഞത്, ഇപ്പൊ നോർമലി സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള സ്ത്രീകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആൺവർഗം തന്ന ഒരു ഇല്യൂഷനാണ്. ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ആണുങ്ങളാണ് എന്നും അവര് നിങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുപോലുള്ള, അതായത് സ്കിന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തം കവർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വസ്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവ പറഞ്ഞ ആൻഫിൽ ഫെസ്റ്റിവൽ ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാമിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ, ഇതിൽ ഒന്നാമത് നമ്മൾ പറയേണ്ടത് ഇത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമല്ല, ഇദ്ദേഹം കോട്ട് ചെയ്യാണ്. അതായത് ഫെമിനിസ്റ്റുകൾ കോട്ട് ചെയ്യാണ് ഈ ഇല്യൂഷനെ കുറിച്ച്. ഇത് ഇല്യൂഷനാണ് എന്നുള്ളത് ഫെമിനിസ്റ്റുകൾ പറയാൻ, അല്ലാതെ ഇദ്ദേഹത്തിന്റെ വാദമല്ല യഥാർത്ഥത്തിൽ. അപ്പം എന്നിട്ട് അതിന് മറുപടി പറയണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ ഈ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടൊരു വിഷയമാണിത്.
ഒരുപാട് പുസ്തകം ഇൻഡസ്ട്രിയൽ വചനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള അതേപോലെ തന്നെ ഒരുപാട് ഈ ചർച്ചയിൽ കോട്ട് ചെയ്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിലൊക്കെ ഫെമിനിസ്റ്റുകൾ, റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞൊരു വാദം കോട്ട് ചെയ്യാണ് അമീർ സാഹിബ് ചെയ്യുന്നത്. അപ്പം ആ റാഡിക്കൽ ഫെമിനിസ്റ്റുകളോട് നിങ്ങൾ വിയോജിക്കുകയാണോ എങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇതാണ് പറയേണ്ടത്. അതേ ഇല്യൂഷൻ ഓഫ് ചോയ്സ്. അതായത് ഒരു സ്ത്രീ പിന്നെ അവർ സ്വയം വിചാരിക്കുന്ന എന്താണ്, എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിക്കുന്നത് എന്ന് ആ സ്ത്രീ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പുരുഷന് സ്ത്രീയുടെ ശരീരം കാണണം എന്നുള്ള പുരുഷൻ്റെ ആവശ്യം നിറവേറ്റപ്പെടാൻ അവൻ എന്ത് ചെയ്യാണ്, മാനിപ്പുലേറ്റ് ചെയ്യാണ്. പരസ്യങ്ങളിലൂടെ, സിനിമകളിലൂടെ നിരന്തരമായിക്കൊണ്ട് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ സ്ത്രീകൾക്ക് നിരന്തരമായി അത് അത്തരത്തിലുള്ളൊരു പ്രഷർ, സോഷ്യൽ പ്രഷറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിവേ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഫെമിനിസ്റ്റുകൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ അവൻ്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ ഫിറ്റ് ഇൻ ചെയ്യേണ്ടവരല്ല സ്ത്രീകൾ എന്നുള്ളതാണ് അവിടെ നിരന്തരമായി അവർ പറയുന്നൊരു കാര്യം. അപ്പോൾ അതിന് ഇയാൾ ജസ്റ്റ് അങ്ങനെയാണെന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് അത് പോവാൻ. അപ്പോൾ ഈ പറഞ്ഞ വാദങ്ങളോട് നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണെന്നാണ് പറയേണ്ടത്, അല്ലാതെ ജസ്റ്റ് അത് ഇയാൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി ആവില്ല. പിന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലടക്കമുള്ള ഈ ചോയ്സ്, അപ്പോൾ അമീർ സാഹിബ് അവിടെ പറയുന്നത് വെച്ചാൽ ചോയ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പുരുഷൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചോയ്സ് അത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിച്ച് കൊടുക്കപ്പെടുന്നില്ല. അതിന് ഉദാഹരണമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദാഹരണം പറഞ്ഞത്. അവിടെ ഹൈ ഹീൽ ഷൂസ് എന്ത് ചെയ്തിട്ടില്ല, അത് ഇടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പുറത്താക്കിയ സംഭവം. അതേപോലെ തന്നെ പല ഒളിമ്പിക്സ് മത്സരങ്ങളിലും ഈ പറഞ്ഞ രൂപത്തിൽ ശരീരം പുറത്ത് കാണുന്ന രൂപത്തിലല്ലാത്ത വസ്ത്രം ധരിച്ച ആളുകൾക്കെതിരെ നടപടിയെടുത്ത സംഭവമൊക്കെ നമ്മളതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കമന്റ് കേട്ടു. എന്തെങ്കിലും ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഡ്രസ് കോഡുകൾ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ വിഷയങ്ങൾ എന്താ പറയുക, അതിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതോ ആളുകൾ മാത്രം എഴുതുകൊണ്ടായിരിക്കും. ആറ് പെണ്ണൊക്കെ ഇരുന്നിട്ട് അവർക്ക് അത് ഒഴിവാക്കുക, ഹീൽസ് ഒഴിവാക്കിയ പ്രശ്നം പറയും. അതിനൊക്കെ വാലിഡ് റീസൺസ് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് ഈ ഡ്രസ് കോഡ് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇവന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡ്രസ് കോഡ് പറയുന്നത് അവർക്ക് ആ ഇവന്റ് പുറത്ത് ക്യാമറയിലൂടെ വീഡിയോയിലൂടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു വിഷ്വൽ ട്രീറ്റ് വരാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന സാധനങ്ങളാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ആണും പെണ്ണും കൂടിയൊക്കെ അല്ലേ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ നിയമം ഇങ്ങനെ 2-3 ആൾക്കാർ കുറേ ക്ലോസ് ഉണ്ടാക്കുന്ന കാര്യമല്ല. ഈ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും അതേപോലെ തന്നെ വെബ് സീരീസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യപ്പെടുന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ നിയമത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. അത് പൊതുവായി തന്നെ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. ഇപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇദ്ദേഹത്തെ പോലെ ഒറ്റയടിക്ക് വസ്ത്രദാനത്തെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല, അതൊക്കെ പ്രബുദ്ധ കേരളത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. മറിച്ച് ഈ വിഷയത്തിൽ വളരെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. കാരണം എന്താ, ഒരു എന്നുവെച്ചാൽ ആണിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ കേർവ്സ്, ഓരോ ഹിപ്പ് റേഷ്യോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ആണിന് വിഷ്വലി പിന്നെ ഓക്കെ ആയിട്ടുള്ള രൂപത്തിലാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുക. ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റാതെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ശരീരം അതിന് കൊള്ളില്ലേ, ഞാൻ ആ നിലക്കൊരു അപ്പീലിംഗ് അല്ലേ എന്ന ഒരു ചിന്ത നിരന്തരമായി ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് വെസ്റ്റേൺ ലോകത്ത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ബോഡി ജസ്റ്റ് നിങ്ങൾ BID എന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് വിഷ്വലി ട്രീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷ്വലി അത് പ്ലീസിങ് ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയോ വിഷ്വൽ പ്ലീസിങ്ങിന് വേണ്ടിയോ പുരുഷൻ്റെ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാനുള്ള വെറും ഒരു ഒബ്ജക്റ്റീവ് അല്ല സ്ത്രീ. അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതേ ന്യായം എന്തിനും പറയാം. ഐറ്റം ഡാൻസ് ആണ് ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. സ്ത്രീകൾ എന്ത് ചെയ്യാണ്, സ്ത്രീകളുടെ ശരീരം മാത്രമാണ് അവിടെ ഒരു ഐറ്റമായി മാറുകയാണ്. ഒരു കേവലം ഒരു ഐറ്റമായിട്ട് സ്ത്രീയുടെ ശരീരം മാറുകയാണ്. അവിടെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷ്വലി പ്ലീസിങ് ആവാൻ വേണ്ടി, ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് കുറച്ചൊക്കെ ധാരണയുള്ള ആൾക്കാർ പറയും. ഇദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിൽ നിലപാടെന്തൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്കി വാദങ്ങളും കേൾക്കാം. ഈ പ്രൊവോക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പാണ് യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഒരാളാണ്. ആ യൂറോപ്പിലാണ് എനിക്ക് പ്രൊവോക്കേഷൻ വരാറില്ല. ഇവർ ഈ പറയുന്നത് നമ്മൾ യൂറോപ്യൻ കൾച്ചർ അഡാപ്റ്റ് ചെയ്തതാണ് പ്രശ്നം, അവിടെ അങ്ങനെ നടക്കുന്നു. അവിടെ ഈ നടക്കുന്ന ആളുകൾ, അവിടുത്തെ ലോക്കൽസ് ഒക്കെ ഇതിൽ എന്താ പറയുക, ഇവർ ഈ പറയുന്ന മോശമായ വസ്ത്രധാരണോ അല്ലെങ്കിൽ ഇവരുടെ കണ്ടിട്ട് മോശമാണ് എന്ന് പറയപ്പെടുന്ന വസ്ത്രം ഇട്ട് നടക്കുന്നതാണ്. അവിടെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പുറത്തൊരു സായിപ്പ്, ഇപ്പുറത്തൊരു മതാമ്പ് പോകണ വഴിക്ക് കരിക്കിന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. അവിടെ ആളല്ലേ, അവിടെ മനുഷ്യന്മാരും അല്ലേ?
അത് ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അത് കണ്ട് 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 അവർ താഴ്മിച്ചു പോയി, അതങ്ങനെ താഴ്മിച്ചു പോക്ക്. ഇത് ഇത് ഭീകരമായ എന്താ പറയാ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് യൂറോപ്പിൽ പോയപ്പോൾ അവിടെ കമൻ്റ് അടിക്കുന്ന ആളുകളെ കണ്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, യൂറോപ്പിൽ കമൻ്റ് അടിയല്ല, എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഉള്ളൂ. ആലോചിച്ചൊക്കെ ഏത് യൂറോപ്പിനെ കുറിച്ച് അദ്ദേഹം ഏത് സമയത്താണ് പറയുന്നത് അതെങ്കിലും ആലോചിക്കണ്ടേ അല്ലേ? എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ വന്നിട്ട് യൂറോപ്പിനെ കുറിച്ച് പൊതുവിലുള്ള സംഭവങ്ങളൊക്കെ അവർ ഈ പുറത്ത് കോട്ട് സൂട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത്രത്തോളം പിന്നെ മോശകരമായ കാര്യങ്ങളാണ് ഇവർ ചെറിയ കുട്ടികളോടാണ് അവർ തീർത്തിട്ടുള്ളത് അല്ലേ, അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ടുള്ളത്. ഇത് പുറത്ത് വന്ന എപ്സ്റ്റീൻ ഫയൽസ് അല്ലേ, ഇനി എത്രയും പുറത്ത് വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂറോപ്പിനെ കുറിച്ചാണ് അവർ അവിടെ ഈ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പുറത്ത് കാണുന്ന കോട്ടും സൂട്ടും അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ വലിപ്പമൊന്നും നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റിയെ വിലയിരുത്തേണ്ടത്. നമ്മൾ യൂറോപ്പിൽ ഇപ്പോൾ യൂറോപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. യൂറോപ്പിൽ എന്താ പിന്നെ സെക്ഷൽ ആയിട്ടുള്ള ഈ വിഷയത്തിലൊക്കെ ഭയങ്കര പുണ്യാളന്മാരാണോ? അല്ല, അവിടെ കൂടുതൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റിവീലിംഗ് ആയ ഡ്രസ്സസ് നോർമലൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നുണ്ട്. അത് ശരിയാണ്. ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നതിലൂടെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ, ഇപ്പം നെക്രോഫീലിയ, അതേപോലെ തന്നെ പിഡോഫീലിയ, ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് അടക്കം കൂടുതൽ ആളുകൾ പോകാൻ, അതേപോലെ തന്നെ മൃഗരതിക്ക് വേണ്ടിയൊക്കെ, അതായത് ഇൻസെസ്റ്റ് പോലെയുള്ള മൃഗരതി പോലെയുള്ള വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് പിന്നെ എന്താ പറയുക, ചെറിയ കുട്ടികളോട് അതേപോലെ തന്നെ കുടുംബ ബന്ധത്തിലുള്ളവരോട് രക്തബന്ധത്തിലുള്ളവരോട് ഒക്കെയുള്ള ലൈംഗിക ആകർഷണം തോന്നുന്ന അങ്ങനെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. കാരണം എന്താ, അവർക്ക് നോർമലായ നഗ്നതയും കാര്യങ്ങളൊക്കെ എന്താണ്, അവർക്ക് ഡീസെൻസിറ്റൈസ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവർ കൂടുതൽ എക്സ്ട്രീമിലേക്കും വൾഗാരിറ്റിയിലേക്കും പോകാൻ. ഇതാണ് യൂറോപ്പിൻ്റെ യാഥാർത്ഥ്യം. ആ യൂറോപ്പിനെ കാണിച്ചിട്ടാണ് പറയുന്നത് അവിടെ ഇതൊന്നും ഇല്ലേ, ബയോളജി ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. അവിടെ ബയോളജി ഉണ്ട്. ആ ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് യൂറോപ്പിലെ ആളുകൾ പോകുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പം നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ യൂറോപ്പിനെ കുറിച്ച് വെറുതെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ എന്ത് കാര്യമുള്ളത്? മൈൻഡ് സെറ്റിൽ തന്നെ കയറി കൂടിയെന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ ആ വസ്ത്രധാരണം ഇത് ഇവരാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ പറയുക കുറെ അടച്ചുമൂടി നടക്കുന്ന വസ്ത്രധാരണത്തിൽ അവർ സേഫ് ആണ്. ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ പർദ്ദയിട്ട് പോകുന്ന ഒരു സ്ത്രീ, പർദ്ദയൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ സാധനങ്ങൾ ഇതിനകത്തുള്ളത്. പർദ്ദ, സാരി, ഇതൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് ഇവിടെ ദുരവസ്ഥ ഉണ്ടായിട്ടില്ലേ, ഉണ്ടാവാറില്ലേ? അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് സേഫ് ആവുമോ? ഇത് ഏത് ചർച്ചനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ആലോചിക്കണം. ഈ വിഷയമൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടൊരു ചർച്ചയാണിത് ഈ 24 ന്യൂസിലുള്ളത്. അതായത് പർദ്ദ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താ, ഈ വസ്ത്രധാരണം കുറഞ്ഞ അല്ലെങ്കിൽ അല്പവസ്ത്രധാരണികളായ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. അല്ല, ഇതൊക്കെ നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്പവസ്ത്രം ധരിക്കുന്നവർക്ക് മാത്രമാണ് അതൊരു വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. അതൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ, വീട് അടച്ചിടുക എന്നുള്ളത് ഒരു പ്രിക്കോഷനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. വീട് അടച്ചിട്ടാൽ നമുക്ക് കുറച്ചൊക്കെ തടയാൻ പറ്റും. എന്നാൽ അടച്ചിട്ട വീടിലും കള്ളം കയറുന്നില്ലേ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇട്ടാൽ ആക്സിഡൻറ്റ് കുറക്കാൻ പറ്റും. ഹെൽമെറ്റ് ഇട്ട ആളുകൾക്കും പിന്നെ ഈ പരിക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അതല്ലാത്ത വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പീഡനം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം മാത്രം, അല്ലെങ്കിൽ വസ്ത്രം കുറഞ്ഞ അപ്പം തന്നെ പീഡനം നടക്കുക, വസ്ത്രം കൂടി അപ്പം തന്നെ പീഡനം നടക്കാതിരിക്കുക, അങ്ങനെയല്ല. അതൊരു ഫാക്ടറാണ്. അതല്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അത് മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് വൾണറബിളായ ആളുകളിലേക്ക് തീർക്കും. സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അപ്പം ഒരാളിലേക്ക് അഗ്രഷൻ എത്താൻ അയാളുടെ വസ്ത്രധാരണം മാത്രമല്ല കാരണം, വേറെയും പല കാരണങ്ങളുണ്ട് എന്നുള്ളത് സയൻസ് പറയുകയാണ്. അതിന് നിഷേധിച്ചാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണേ. എങ്ങനെ ഇരിക്കുന്നത് ഇത് നേരെ കൊണ്ടുപോയിട്ട് ജെൻസി പ്രക്ഷോഭമായിട്ട് കൂട്ടിക്കെട്ടി ഇവർ സ്ഥിരം പരിപാടി ഇതാണ്. ഒരു ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാൾക്ക് കറേജ് ഇല്ലാന്നോ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന സോ കോൾഡ് ഫാഷൻ ഡ്രസ് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇടുന്ന സ്ത്രീകളൊക്കെ ഏതെങ്കിലും ഒരാണിന്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഇതില് എവിടെയാണ് ഈ പറഞ്ഞ ഡ്രസ്സ് പിന്നെ അല്പവസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് കറേജ് ഇല്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ അവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് സാധാരണ ഉള്ളൊരു യുക്തി പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാണുന്നില്ല. എന്താ സംഭവം? അതായത് അമീർ സാഹിബ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, അതായത്
ഒരു സ്ത്രീയെ അവളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ വസ്ത്രവും മറ്റു കാര്യങ്ങളുമല്ല, അവളുടെ കറേജ്, അതേപോലെ തന്നെ അവളുടെ ഒരു പേഴ്സണാലിറ്റി, ഇതിൻ്റെ പേരിലാണ് അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന പോയിന്റാണ് അവിടെ ഇലേബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ജൻസി പ്രൊട്ടസ്റ്റിൽ ഡൽഹിയിൽ അവിടെ വളരെ ശക്തമായ ബ്രേവായ നിലപാടുകളെടുത്ത സ്ത്രീകൾ, അവരുടെ നിലപാടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അല്ലാതെ അവിടെ വസ്ത്രം കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല അവിടെ വിഷയം, മറിച്ച് അവിടെ നിലപാടാണ് വിഷയം എന്നുള്ളതാണ് അമീർ സാഹിബ് പറഞ്ഞു പോലും. ഇദ്ദേഹം അതിനെ നേരെ തിരിച്ചിട്ടുണ്ടാക്കി, പിന്നെ ഇങ്ങനെയുള്ള അല്പവസ്ത്രം ധരിക്കുന്നവർക്ക് കറേജ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല. വസ്ത്രം കൂടിയാലും കുറഞ്ഞാലും നിങ്ങളുടെ നിലപാടാണ് വിഷയം, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് വിഷയം എന്നുള്ളതാണ്. അത് മാത്രമാണ് അവിടെ പറഞ്ഞത്. അതിനെ ഒരു നിലക്കും അത് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ എന്ത് ചെയ്യാണ്, എന്തൊക്കെയോ അതിനോട് മറുപടി പറയുന്ന രൂപമാണ്. ട്യൂഷൻ്റെ അകത്ത് പോയിട്ട് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ ഈ പറയുന്ന സ്ലീവ്ലെസ് അല്ലെങ്കിൽ അതങ്ങനെ ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് വരുന്ന ഡ്രസ് പാറ്റേൺസ് ആണ് പലതും. ആ ട്രെൻഡ് ആരാണ് സെറ്റ് ചെയ്യുന്നതിനടുത്താണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. ആ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും കോർപ്പറേറ്റുകളെ പിന്നെ ഭരിക്കുന്നത് അത് പുരുഷാധിപത്യ അല്ലെങ്കിൽ പുരുഷൻ്റെ ചിന്തകളാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുരുഷൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കാണ് അത് സെറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. മാറുന്ന ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആ മാറ്റം ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. പല സാധനങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ട്രെൻഡ് വരുന്നില്ല, പല സാധനങ്ങളും വരുന്നില്ല. അങ്ങനത്തെ അഡാപ്റ്റേഷൻസും എവല്യൂഷനും കാരണമാണ് ഡ്രസ്സ് അടക്കം മാറി മാറി പോകുന്നത് ഓരോ റീജിയനിലും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ വന്നിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ നൂറ്റാണ്ട് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റും? ഇല്ല ഇതൊക്കെ മറ്റേ പെണ്ണുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, ആണുങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ് ചെയ്യിപ്പിക്കാൻ. അതെന്താ, അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? അതായത് പുരുഷന്മാർ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. അതിനിപ്പോൾ ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം? പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുരുഷന്മാർ കോർപ്പറേറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് പുരുഷൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് സ്ത്രീകളെ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ സിനിമകളിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന്. ആർക്കിത്ര പേടി? പുരുഷന്മാരുടെ ആ മാനിപ്പുലേഷൻ ചർച്ച ചെയ്യപ്പെടട്ടെ. അത് ഭയങ്കരമായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾ ഇത് മനസ്സിലാക്കട്ടെ. അത് പിന്നെ ആ മാനിപ്പുലേഷന് വിധേയമാകണോ വേണ്ടേ എന്നുള്ള ചർച്ചകൾ നടക്കട്ടെ. ഫെമിനിസ്റ്റുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ചർച്ചകൾ ബാക്കിയുള്ളവരും ഏറ്റെടുക്കട്ടെ. അതിന് ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്പവസ്ത്രം ധരിക്കണം എന്ന് ആണുങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നറിയാം? ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ഇൻക്ലൂഷൻ ഇത്രയും ഒരു എന്താ പറയുക വാസ്റ്റ് മെജോറിറ്റി സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇൻജക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അഗെയിൻ സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ധാരണക്കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ കുറേ സമയം എടുക്കുന്നുണ്ടാണ്. ഇപ്പം അമേരിക്കയിൽ സ്ത്രീകൾ എങ്ങനെയാണ് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. ജസ്റ്റ് നിങ്ങൾ ChatGPT പിന്നെ അതേപോലെ തന്നെ ഗൂഗിളൊക്കെ ചെയ്താൽ കൃത്യമായ റിസൾട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് അമേരിക്കയിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ചില സിഗരറ്റ് കമ്പനികളുടെ മാനിപ്പുലേഷൻ കൃത്യമായി വർക്ക് ചെയ്തു. ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്ടെന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ആ കഥ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ. എംപവേർഡ് വുമൻ്റെ ഒരു ഐക്കണായിട്ട് അവരെന്ത് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ നിരന്തരമായിക്കൊണ്ട് സിഗരറ്റ് വെച്ചു. സിഗരറ്റ് വലിക്കലാണ് എംപവേർഡ് വുമൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം എന്നുള്ള രൂപത്തിൽ നിരന്തരമായി പരസ്യങ്ങൾ വന്നു. അതേപോലെ തന്നെ അവിടെ നടന്ന ഒരു റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടുള്ള സ്ത്രീകളെ ഏറ്റവും മുന്നിൽ അവർ നിർത്തി. ഒരു സിഗരറ്റ് കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്തു, പത്രങ്ങളിലൊക്കെ പിറ്റേ ദിവസം ഫസ്റ്റ് പേജിൽ ഈ പറഞ്ഞ സിഗരറ്റും വലിച്ചുകൊണ്ട് എംപവേർഡായി നടക്കുന്ന സ്ത്രീകളെയാണ് കാണുന്നത്. പിന്നെ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അമേരിക്കയിൽ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടുണ്ടായി. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഒറ്റയടിക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പറഞ്ഞ സിഗരറ്റ് വലി തുടങ്ങിയത്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സോഷ്യൽ എഞ്ചിനീയറിങ് എന്നുള്ളതിന് നല്ല അത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ആരോപിക്കപ്പെടുമ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കും, ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ ആവുമോ എന്നുള്ള ഒരു വളരെ സിമ്പിളായൊരു സെൻറ്റൻസിൽ എങ്ങനെയാണ് ഇത് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്നത്? വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന അതേപോലെ അംഗീകരിക്കണം എന്നൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ, ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ലെന്നൊന്ന് പിന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു സമയമെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണ്ടേ? ഏതാ സ്റ്റഡീസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ചോദിക്കണം. നാട്ടില് ഇതുപോലുള്ള ഹോൾഡിങ്സ് അല്ലെങ്കിൽ ആണുങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ സ്ത്രീകൾ ഇടുമ്പോൾ അത് കണ്ട് പ്രൊവോക്ക് ആയിപ്പോയ കുറച്ച് ഈ പറഞ്ഞ സോക്കോൾഡ് സാധനങ്ങൾ ഈ വൃത്തികേടുകൾ ചെയ്യുന്നവന്മാര് ഒരു ടാർഗറ്റിൽ നിന്ന് പ്രൊവോക്ക് ആയി അടുത്ത ടാർഗറ്റിന് പോയിട്ട് വരും ചെയ്യുന്നു, മറ്റേ പിടിപ്പിച്ചു വിടുന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു വിടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് അവർ പറയുന്നത്. അതിന് തിയറി ഒക്കെ പറയുന്നത് ഇവർ പറയുന്നതല്ല, തിയറിയാണ്. അപ്പോൾ ആ തിയറി ശരിയല്ല എന്നാണോ, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ കുറേ തിയറീസ് വന്നിട്ടുണ്ട്, അതാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ തിയറികൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അത് അങ്ങനെയാണ്, എന്താണ് ഈ പറയുന്നത്? ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളൊരു കാര്യമാണ്. അത് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ന്യായീകരിക്കപ്പെടില്ല കേട്ടോ. അത് വലിയ തെറ്റാണ്. അത് ആര് ചെയ്താലും അത് തെറ്റാണ്. ഈ കുട്ടികളോട് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകളോട്, അല്ലെങ്കിൽ പ്രായമുള്ളവരോട് ചെയ്യുക, അങ്ങനെയാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വൾണറബിൾ ആയ ആൾക്കാരിലേക്കാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോകുക. അത് തെറ്റാണ്, 100% തെറ്റാണ്. ക്രിമിനൽ ഒഫൻസ് ആണ്, അവരെ ശിക്ഷിക്കണം, യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്ന തിയറീസിനെ നമ്മൾ കുറ്റം പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ ശാസ്ത്രവിരോധികളായതുകൊണ്ട് വലിയ കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ സൈക്കോപാത്തുകളോ ബാക്കിയുള്ളവരോ ഇങ്ങനെ ഒന്ന് കണ്ട് വേറെ രീതിക്ക് പ്രൊവോക്ഡ് ആയിട്ട് സ്വന്തം വീട്ടിൽ പോയി ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പോയിന്റാണ്, ഒരു റാഷണൽ പോയിന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഉണ്ട്. ഈ കുടുംബത്തിലുള്ള ക്ലോസ് റിലേറ്റീവ്സിലേക്ക് ഉള്ള പീഡനങ്ങളുടെ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് വെച്ചാൽ ക്ലോസ് റിലേറ്റീവ്സ്. ഇപ്പം ഇതിൽ ഇത്രേ ഉള്ളൂ ഈ ഡിസ്പ്ലേസ്ഡ് അഗ്രഷനിൽ പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയിൽ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. പല സെക്ഷൽ ഫ്രസ്ട്രേഷൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അല്പവസ്ത്രധാരണികളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കയറിയിട്ട് ആ ടാർഗറ്റിലേക്ക് ഇവർക്ക് തീർക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും നടിനെ പോയിട്ടോ അല്ലെങ്കിൽ ആ മോഡലിനെ പോയിട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് അത് അൺഅവൈലബിൾ പാർട്ട്നേഴ്സാണ്, അവർക്ക് ഇത് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ ഈ ഫ്രസ്ട്രേഷൻ വൾണറബിൾ ആയ ആളുകളിലേക്കാണ് തീർക്കുക. വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ, അതിൽപ്പെട്ടതാണ് കുട്ടികൾ, പ്രായമുള്ളവർ, അതേപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സ്, ഏറ്റവും അടുത്ത് കിട്ടുന്ന. അതുകൊണ്ടാണ് ഈ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ പീഡനം നടക്കുന്നത്. അതായത് ക്ലോസ് റിലേറ്റീവ്സിന് വസ്ത്രദാനത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ പ്രശ്നം അല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ സംഭവിക്കേണ്ടതാണ്, സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ന്യായീകരണമല്ല കേട്ടോ. അങ്ങനെ ഞാനിത് ഓരോ തവണ ഇത് ന്യായീകരണമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ ഇതിൻ്റെ റീസൺസ് ഇങ്ങനെ ഉണ്ടാവാം, കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ കാരണം പറയുമ്പോൾ അത് ന്യായീകരിക്കല്ലേ? അല്ല, അത് തെറ്റാണ്, 100% തെറ്റാണ്. കുട്ടികളെ പീഡിപ്പിച്ചാൽ, പ്രായമുള്ളവരെ പീഡിപ്പിച്ചാൽ, ക്ലോസ് റിലേറ്റീവ്സിനെ പീഡിപ്പിച്ചാൽ എന്നുണ്ട ആരെ പീഡിപ്പിക്കണ്ട, അനാവശ്യമായിട്ട് നോക്കിയാൽ പോലും തെറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള എക്സ്പ്ലനേഷൻസ് ഈ തിയറീസ് വിശദീകരിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ സംഭവിക്കേണ്ടതെന്നാണ്, സംഭവിക്കുന്നുണ്ട്. അമ്മേനെയോ മകളെയോ അല്ലെങ്കിൽ പെങ്ങളെയോ അവരടുത്ത ടാർഗറ്റ് ആയിട്ട് പിടിക്കുന്നത് വേറൊരു അവരുടെ ബന്ധമില്ലാത്ത ക്ലോസ് റിലേറ്റീവ്സിനെ അടക്കം ടാർഗറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ കേൾപ്പിക്കുന്നു. അതെന്താ അങ്ങനെ? അപ്പൊ ഈ അഗ്രഷൻ തിയറി മറ്റേ സാധനങ്ങളൊക്കെ അവിടെ പോയി അവിടെ ഉണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ അടിച്ചമർത്തണം, ഏതെങ്കിലും രീതിയിൽ അല്പവസ്ത്രത്തെ ന്യായീകരിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ എന്തായാലും ഈ പൊസിഷൻ എടുത്തു, അതുകൊണ്ട് ഞാൻ എന്ത് വന്നാലും ആ ഒരു കാര്യത്തിലേ നിൽക്കുള്ളൂ എന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് കുറച്ചുകൂടിയൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ഓപ്പൺ ആവുക. ചർച്ചകൾ നടക്കട്ടെ. ചർച്ച നടന്നുകൊണ്ടെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ പ്രബുദ്ധത ഒറ്റയടിക്കാൻ കണ്ട് ഇടിഞ്ഞു വീഴൊന്നുമില്ല. ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്ന ചർച്ചയല്ലേ, അവിടെ നിന്നുള്ള തിയറീസ് അല്ലേ ഇവിടെ ഉദ്ധരിക്കുന്നല്ലോ നമ്മൾ. അല്ലെ, നമ്മളിവിടെ പ്രത്യേകമായിട്ട് തിയറി പഠിച്ചുണ്ടാക്കി കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നല്ല, മറ്റ് തിയറീസ് നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും നടന്ന ചർച്ചകൾ കേരളത്തിൽ നടന്നോട്ടെ. അതുകൊണ്ട് മാത്രം കേരളം കണ്ട് പ്രബുദ്ധത ഇല്ലാതായി പോയി, ആകെ പ്രശ്നത്തിലായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഭയങ്കരമായ ആശങ്കകളൊന്നും വേണ്ട. എല്ലാ വിഷയത്തിലും ചർച്ച നടക്കട്ടെ. ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയത്തിലും നമുക്ക് ചർച്ച ചെയ്യാം, ഈ വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് ലെങ്ത്ത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും അത് ചർച്ച ചെയ്യാനേ പാടില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ ഇന്നതാണ്, അതിന് വിരുദ്ധമായ ഒരു ചർച്ച തന്നെ പാടില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല, അല്ലേ? പിന്നെ ഈ പറഞ്ഞ കോൺട്രഡിക്ഷൻസും യുക്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഓപ്പൺ ആവുക, കുറച്ചുകൂടി ചർച്ചകൾക്ക് ഓപ്പൺ ആവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയുന്നു, ഇത് ലീഗാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചയല്ല. ഏതെങ്കിലും സ്ത്രീ അല്പവസ്ത്രം ധരിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ പോയി അടിക്കുന്നതിനെക്കുറിച്ചോ തല്ലുന്നതിനെക്കുറിച്ചോ ഒന്നല്ല. അതിനൊക്കെ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള കാര്യം സമൂഹത്തിന് നല്ലതാണോ ദോഷമാണോ എന്നുള്ള ചർച്ച എല്ലാ വിഷയത്തിലും എന്നതുപോലെ ഈ വിഷയത്തിലും നടക്കും. അങ്ങനെയുള്ള ചർച്ചകൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും. അതിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവരുത്. ഓക്കെ, ആ ഫ്രസ്ട്രേഷൻ ഉണ്ടായി ചിലപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അഗ്രഷൻ കാണിച്ചു എന്ന് വരും. അതാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ്.
കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയട്ടെ, മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഓപ്പണായ ഒരു മുൻധാരണകൾ വെച്ചുകൊണ്ട് തന്നെ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഓപ്പൺ ആവാൻ ശ്രമിച്ചാൽ നല്ലതാണ് എന്നുള്ള ഒരു സജഷൻ മാത്രമാണ് വെക്കാനുള്ളത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. ഓക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.